പി.വി. അൻവർ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ മുതിർന്ന നേതാക്കളും മുസ്ലിം ലീഗും. പി.വി. അൻവറിന്റെ മുന്നണി പ്രവേശനത്തെ എതിർത്ത് വി.ഡി. സതീശൻ രംഗത്ത് വന്നു. എന്നാൽ അൻവറിനെ പരിഗണിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും മുസ്ലിം ലീഗ് നേതൃത്വവും. പി.വി. അൻവറിന്റെ മുന്നണി പ്രവേശത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ഉള്ളത്. അൻവറിന്റെ കാര്യം അടഞ്ഞ അധ്യായം. അൻവർ കോൺഗ്രസിനെയും യു.ഡി.എഫിനെയും വെല്ലുവിളിച്ചു, തന്നെ വ്യക്തിപരമായി അവഹേളിച്ചു. ഇനി അൻവറിന് മുന്നിൽ യു.ഡി.എഫിന്റെ വാതിൽ തുറക്കേണ്ടതില്ല. ഈ നിലപാടാണ് സതീശൻ മുതിർന്ന നേതാക്കളെ അറിയിച്ചത്. എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം? എല്ലാ ദിവസവും പറയേണ്ട കാര്യമില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവില്ല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതാണ് ഉത്തരം. അങ്ങനെയല്ലല്ലോ. അത് പറഞ്ഞല്ലോ, പിന്നെ എല്ലാ ദിവസവും അത് ചോദിക്കണമെന്തിന്? ഞാൻ യു.ഡി.എഫ് എടുത്ത തീരുമാനം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം കൂടി അത് ഞാനെടുത്ത തീരുമാനമാക്കി. യു.ഡി.എഫ് ഏകകണ്ഠമായിട്ട് എടുത്ത തീരുമാനമാണ്. പക്ഷേ സതീശന്റെ നിലപാടിനോട് രമേശ് ചെന്നിത്തല, കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് യോജിപ്പില്ല. സമവായത്തിന് തയ്യാറാകണം എന്ന അഭിപ്രായമാണ് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫിനുമുള്ളത്. കടുംപിടുത്തം പാടില്ലെന്ന് യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശും പറയുന്നു. അൻവറിനെ ഇനി കൂട്ടുപോകും. അത് ഇപ്പോൾ പറയേണ്ട കാര്യമല്ല. അതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങളുമായി ഈ അവസരം കിട്ടുന്ന സമയത്ത് പറയാം. മുസ്ലിം ലീഗിന്റെ മനസ്സുകൂടി വായിച്ചാണ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. പക്ഷേ സതീശൻ വഴങ്ങുന്നില്ല. അൻവർ വിഷയം വിവാദമായി നിലനിർത്തുന്നതിലും സതീശന് യോജിപ്പില്ല. അൻവറിനെ അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് സതീശന്റെ നീക്കം. പക്ഷേ ഇക്കാര്യം മറ്റന്നാൾ ചേരുന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.